നമ്മൾ എവിടെ വെച്ച് കോൺഗ്രസിനെ നമ്മൾ മറന്നുപോയി. കോൺഗ്രസിൻ്റെ യഥാർത്ഥ നിറം ഈ ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ വലിയൊരു പക്ഷം ഇന്ത്യയിലുണ്ടായിരുന്നു. അവസാനം BJP വന്നപ്പോൾ മഹാത്മാഗാന്ധിയെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ഗതികേട് അവർക്കായി എന്ന് പറയുന്നൊരു ചരിത്രപരമായൊരു പ്രശ്നമുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ കാര്യം. ഈ രാജ്ദീപ് സർദേശായി 2014 ഇലക്ഷനെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പകൽ സമയത്ത് ഈ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയുടെയും ബുദ്ധിജീവികളുടെയും കയ്യിലും രാത്രി പുള്ളി പാർട്ടിയൊക്കെ നടത്തുന്ന ഈ 2 രാഹുൽ ഗാന്ധിയുണ്ട്. ഇതിലേതാ പുള്ളി ഇതിനിടയ്ക്ക് പെട്ടുപോയി എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി BJPയേക്കാൾ മോശമായി ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് നമ്മൾ തുർക്ക്മാൻ ഗേറ്റ് ഉദാഹരണം. തുർക്ക്മാൻ ഗേറ്റ് അടക്കമുള്ള എത്രയോ സംഭവങ്ങൾ. അതാണ് കോൺഗ്രസ് അടിസ്ഥാന ആ റോളിലേക്ക് BJP വന്നുകൊണ്ട് കോൺഗ്രസ് ആന മെലിഞ്ഞാലും നിങ്ങൾ തൊഴുത്തി കെട്ടുമെന്ന് വിചാരിക്കരുത്. ഈ യലഹങ്കയിലെ വിഷയം എന്തുകൊണ്ടാണ് വിഷയം? അതൊരു വിഷയം പോലും ആയിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ അതൊരു വിഷയമായി മാറിയപ്പോഴാണ് ഇത് വലിയ വിവാദമാവുകയും അവിടുത്തെ മുഖ്യമന്ത്രി ഓടിയോ ഞങ്ങൾ വീട് തരാം, കാറ് തരാം, AC തരാം, ഫ്രിഡ്ജ് വെച്ച് തരാം, പുതിയ കെട്ടിടം കൂടുതൽ ഉടനെ തരാം എന്ന് പറഞ്ഞ് പോവുകയും ദേശീയ തലത്തിൻ്റെ വിഷയമാകുകയും ചെയ്തപ്പോഴാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല ഇത് അവിടെ അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടി ആയിരുന്നിരിക്കണം. ആണ്. അതെ, ബുൾഡോസർ രാജ് കണ്ടുപിടിച്ചത് BJPയോ ബുൾഡോസർ രാജ് വിശദമായി പ്രയോഗിച്ചത് യോഗി ആദിത്യനാഥോ ഒരു പക്ഷേ ഭയങ്കര എഫക്റ്റീവായി ചെയ്ത അയാളായിരിക്കാം. ഇപ്പോൾ ഒരു പ്രകടനം നടത്തി, അയാൾ പ്രതിയാണ്, അയാളുടെ വീട് ഇടിച്ചു കളഞ്ഞേരെ, അത്രയൊക്കെ ആ കടന്ന് ചെയ്തത് BJP ആണെന്നാൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പരിപാടി പണ്ട് മുതലേ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ ഒരു കാലത്തും മറന്നുപോകരുത്. ഈ BJPക്ക് വേണ്ടി കോൺഗ്രസിനെ വെള്ളപൂശേണ്ട ഒരു ആവശ്യം പലർക്കും വരുന്നതിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് പറയുന്നത്. ഇത് കർണാടകമായി. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ ഖമ്മത്തി പ്രശ്നം ഉണ്ടാകുന്നു. ഖമ്മത്തി പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 ദിവസം കഴിഞ്ഞു. 7-8 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരി 25-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു വിഷയവും ഇല്ല. അവിടുത്തെ ഒരു ലോക്കൽ ഇഷ്യൂ ആയി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ ആ പ്രശ്നം വീടൊക്കെ കൊടുത്ത് എല്ലാവർക്കും താക്കോൽ ദാനമൊക്കെ ചെയ്തതിന് ശേഷം ഈ സ്ഥാനത്ത് ലൈനിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ വീട് കൊടുക്കുന്നു, നിങ്ങൾ വീട് ഇടിച്ചു കളയുന്നു. അപ്പോൾ എന്താ കോൺഗ്രസ് നിങ്ങളുടെ പരിപാടി? അപ്പോൾ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാകാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈ റെഡ്ഡി സ്ഥിരമായി കേരളത്തിൽ സർക്കാരിൻ്റെ പരസ്യം ഇങ്ങനെ വ്യാപകമായി കൊടുക്കുകയും കോൺഗ്രസിൻ്റെ പോസ്റ്റർ ബോയ് ആണ് ഇദ്ദേഹം. തെലങ്കാന പിടിച്ചടക്കിയ കോൺഗ്രസിൻ്റെ പോസ്റ്റർ ബോയ് ആണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്കും ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ആ മനുഷ്യൻ ചെയ്ത പണിയെക്കുറിച്ചാണ് പറയുന്നത്.